അസ്സലാമു അലൈക്കും. വെൽക്കം ടു ലുലു സ്പൈസി കുക്ക്. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു വെജ് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇത് മറ്റുള്ള ദോശകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാനിതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലും മേലെയുള്ള ഓൾ ഓപ്ഷനിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പം ഒരു മീഡിയം സൈസുള്ള ഒരു പൊട്ടറ്റോ 2 ക്യാരറ്റും കൂട്ടി ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയോളം ഭാഗം ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മേലെയുള്ള തിക്ക് കളറൊക്കെ പോക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒന്ന് കഴുകി അരിച്ചെടുത്തതാണ്. ഇനി ഞാനൊരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതേപോലെ 1.25 കപ്പോളം മൈദയും കൂടി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പൊട്ടറ്റോയും ക്യാരറ്റും കൂടി ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതാണ്. ഇനി അതേപോലെ പാലും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ പാലിലേക്ക് ഞാനിപ്പം ഒരു മുട്ടയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത മിക്സ് നമുക്ക് മൈദയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഒഴിച്ച് ഒരു സ്റ്റീലിൻ്റെ തവിയോ മറ്റോ വെച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കാം. ബാറ്റർ റെഡിയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ഒന്ന് ചേർക്കാം. പിന്നെ നമ്മൾ അടിച്ച് മാറ്റി വെച്ച പൊട്ടറ്റോ ക്യാരറ്റ് മിക്സും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിയിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് നന്നായി അടിച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ഇങ്ങനെ അവസാനം ചേർത്താൽ മതിയാവും. ഫസ്റ്റിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് നമ്മുടെ ബാറ്ററിലേക്കായി നമ്മുടെ ബാറ്ററിൻ്റെ കളർ ചേഞ്ച് വരും. അപ്പോൾ ലാസ്റ്റ് മാത്രം ഇങ്ങനെ ചേർത്താൻ ശ്രമിക്കുക. നന്നായി ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഈ ഒരു കട്ടിയുള്ള ഈ ഫോമിൽ നമുക്കൊന്ന് ചുട്ടെടുക്കാം. ചൂടായ പാനിലേക്ക് ഞാനിപ്പോൾ കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. നെയ്യില്ലെങ്കിൽ ഓയിലായാലും പ്രശ്നമൊന്നുമില്ല. ഓരോ തവി ഇങ്ങനെ ഒഴിച്ച് നമുക്കിതൊന്ന് സെൻട്രൽ മെല്ലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പാലും മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് വളരെ സോഫ്റ്റാണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അതേപോലെ രണ്ടാമത്തും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇതും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതും കൂടി ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ മറ്റുള്ളതും കൂടി നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ വെജ് ദോശ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.
എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത റെസിപ്പിയിൽ കാണാം. ബൈ. താങ്ക് യു.